ലൈംഗികാതിക്രമ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസം. അറസ്റ്റ് തടഞ്ഞത് ഈ മാസം 21 വരെ നീട്ടി ഹൈക്കോടതി. മുൻകൂർ ജാമ്യ ഹർജിയിൽ കക്ഷി ചേർക്കണമെന്ന അതിജീവിതയുടെ ആവശ്യം കോടതി അംഗീകരിച്ചു. എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുകയാണ്. രാഗിൻ, അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ആദ്യ തീരുമാനം വന്നത് മുതൽ രാഹുൽ മാങ്കൂട്ടത്തിനൊരു കോടതിയുടെ ഭാഗത്തു നിന്നുള്ളൊരു ഇമ്മ്യൂണിറ്റി കിട്ടുകയാണ്. വലിയ വിവാദം, രാഷ്ട്രീയ പ്രസ്താവനകളും ഒക്കെയാണ് എന്ന കാര്യങ്ങൾ പിന്നോട്ട് പോകുന്നതും നമ്മൾ കണ്ടു. ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞ തീയതി വീണ്ടും നീട്ടി നൽകുകയാണ് കോടതി. മറ്റ് തീരുമാനങ്ങൾ? മാധു, തീർച്ചയായും ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും താൽക്കാലിക ആശ്വാസം ലഭിക്കുകയാണ് ഹൈക്കോടതിയിൽ നിന്നും. അറസ്റ്റ് തടഞ്ഞത് 21 വരെ നീട്ടിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പരാതിക്കാരി കേസിൽ കക്ഷി ചേരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ എത്തിയിരുന്നു. അതും കോടതി അനുവദിച്ചിട്ടുണ്ട്. പരാതിക്കാരിയെ കൂടി കേസിൽ തന്നെ കൂടി കേൾക്കണം എന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതുകൂടി കോടതി പരിഗണിച്ചിട്ടുണ്ട്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വച്ചുകൊണ്ടാണ് 21 വരെ ഇപ്പോൾ നീട്ടിയിരിക്കുന്നത്. എന്തായാലും പരാതിക്കാരിയെ കക്ഷി ചേർത്തിരിക്കുന്നു. മറുപടി സത്യവാങ്മൂലം നൽകാനാണ് പരാതിക്കാരിക്ക് കോടതി സമയം അനുവദിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് തടഞ്ഞത് 21 വരെ നീട്ടി എന്നതാണ് വാർത്തയായി വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ഈ ബലാത്സംഗ കേസിൽ കീഴ്ക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണ് ഉണ്ടായത്. തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ എത്തിയത്. ആ ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞത്. തുടർന്നത് വിശദമായി കേൾക്കാൻ വച്ചു. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പരാതിക്കാരി കൂടി തന്നെ കൂടി കേൾക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതിന്റെ അടക്കം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അറസ്റ്റ് നീട്ടിയിരിക്കുകയാണ്. നേരത്തെ മറ്റ് ഒരു കേസിൽ ഇതേ രീതിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തിരുന്നു. പക്ഷേ അത് അനുവദിക്കപ്പെടുകയാണ് ചെയ്തിരുന്നത്. ആ ഘട്ടത്തിൽ സർക്കാർ അപ്പീലുമായി ഹൈക്കോടതിയിൽ എത്തുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ആദ്യത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് 21 വരെ തടഞ്ഞിരിക്കുകയാണ്. അതായത് അറസ്റ്റ് തടഞ്ഞ നടപടി ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ്. പരാതിക്കാരിയെ കൂടി വിശദമായി കേൾക്കും. തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ കോടതിയെ അറിയിക്കാനുണ്ട് എന്ന് പരാതിക്കാരി അടക്കം അതിജീവിതയടക്കം കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ശരി, എസ് രാഗിനാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ അറസ്റ്റ് 21 വരെ തടഞ്ഞിരിക്കുകയാണ് കോടതി. ജാമ്യ ഹർജിയിൽ കക്ഷി ചേരണമെന്ന അതിജീവിതയുടെ ആവശ്യവും കോടതി അംഗീകരിച്ചിരിക്കുന്നു. എസ് രാഗിൻ വിവരങ്ങൾ നൽകിയത്.